സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അതിരൂക്ഷ ധനപ്രതിസന്ധിയാണ്. ഈ മാസത്തെ ചെലവുകൾക്കായി മാത്രം സർക്കാരിന് വേണ്ടത് 2500 കോടി രൂപ. 5990 കോടി രൂപയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. 6000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ. സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മാസം, അതായത് ഇന്നിപ്പോൾ 17-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 23 ദിവസം സംസ്ഥാനത്തിന് കടന്നു പോകണമെങ്കിൽ 2500 കോടി രൂപയുടെ ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6000 കോടി രൂപ കേന്ദ്രത്തോട് കടമെടുക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. 5990 കോടി രൂപ കേന്ദ്രം കടമെടുക്കാൻ അനുമതി നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് KSEBയുടെ ഇടപെടലും പങ്കാളിത്ത പെൻഷൻ ഇടപെടൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന് 12000 കോടി രൂപ കടമെടുക്കാനുള്ള അല്ലെങ്കിൽ ശേഷിയുണ്ട് എന്നാണ് കേന്ദ്രത്തോട് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് ശ്രമപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ ട്രഷറിയിലേക്ക് വകുപ്പുകൾ, അതായത് മറ്റു വകുപ്പുകൾ, ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള പണം ട്രഷറിയിലേക്ക് അടിയന്തരമായിട്ട് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ, ഇന്ധന കമ്പനികൾ തുടങ്ങിയിടത്തു നിന്നുള്ള നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നികുതിയും കൈപ്പറ്റിയിട്ടുണ്ട്. ഈ നികുതി വരുമാനം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മറ്റു വകുപ്പുകളിൽ നിന്ന് ബാങ്കുകൾ നിക്ഷേപിക്കേണ്ട തുക, ഈ തുകയൊക്കെ ട്രഷറിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ സാമ്പത്തിക വർഷം ബില്ലുകൾ മടങ്ങാതെ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള തുക ട്രഷറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പല വകുപ്പുകളുടെയും പദ്ധതി വിഹിത തുകയാണ് ഇത്തരത്തിൽ ട്രഷറിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിലും പല വകുപ്പുകൾക്ക് നടപ്പിലാക്കേണ്ട പണം തികയാത്തൊരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ ഈ വർഷം വിരമിക്കൽ പ്രായം 59 വയസ്സിൽ നിന്നും 59 വയസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ വിരമിക്കൽ പ്രായവും കൂടി ഈ വർഷം ഏറ്റെടുപ്പ് നൽകുകയാണെങ്കിൽ ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് 5000 കോടി രൂപ വേണ്ടിവരും. അപ്പോൾ ആ ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിരമിക്കൽ പ്രായം മാറ്റുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഈ പരാധീനതകളിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പരാധീനതയിൽ നിന്ന് കയറാനായിട്ട് ശ്രമകരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.